നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. പിഴത്തുക ഇരകളുടെ മക്കൾക്ക് നൽകാൻ ഉത്തരവ്. പ്രതിക്കെതിരെ കടുത്ത നിരീക്ഷണങ്ങളുമായി കോടതി. കോടതി മുറിയിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങളും ഭീഷണിയും. ഭീതിയിലാണ്ട പ്രദേശവാസികൾക്ക് ആശ്വാസമായി വിധി. നാടിനെ വിറപ്പിച്ച നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് അപൂർവങ്ങളിൽ അപൂർവമെന്ന് നിരീക്ഷിച്ച് കോടതി വധശിക്ഷ വിധിച്ചു. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് നിർണായകമായ വിധി പ്രസ്താവിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ 20 ലക്ഷം രൂപ പിഴയൊടുക്കാനും കോടതി ഉത്തരവിട്ടു. പ്രതിയിൽ നിന്നും ഈടാക്കുന്ന പിഴത്തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണം. പ്രതിക്ക് മാനസാന്തരത്തിന് യാതൊരു സാധ്യതയുമില്ലെന്നും സ്വാഭാവിക നീതി അർഹിക്കുന്നില്ലെന്നും കോടതി കടുത്ത ഭാഷയിൽ നിരീക്ഷിച്ചു. 2025 ജനുവരി 27-നാണ് നെന്മാറ പോത്തുണ്ടി ബോയൻ നഗറിൽ നാടിനെയാകെ നടുക്കിയ ക്രൂരമായ ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. ബോയൻ നഗർ സ്വദേശിയായ സുധാകരൻ, അദ്ദേഹത്തിന്റെ മാതാവ് ലക്ഷ്മി എന്നിവരാണ് സ്വന്തം വീട്ടിൽ വെച്ച് ദാരുണമായി കൊല്ലപ്പെട്ടത്. അയൽവാസിയായ ചെന്താമര മുൻ വൈരാഗ്യത്തെ തുടർന്ന് വിരോധം തീർക്കാനാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്. കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. സാക്ഷി വിസ്താരത്തിനും വിശദമായ വാദപ്രതിവാദങ്ങൾക്കും ഒടുവിലാണ് കോടതി അന്തിമ ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ് ശിക്ഷ വിധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയത്. മുൻ കേസിൽ ലഭിച്ച ജാമ്യ വ്യവസ്ഥകൾ പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ് പ്രതി ഈ ക്രൂരകൃത്യം ചെയ്തത്. കൊലപാതകം നടത്തിയ ശേഷവും പ്രതിക്ക് യാതൊരുവിധ കുറ്റബോധവും ഉണ്ടായിട്ടില്ല. പ്രതിഭാഗം ദയ അർഹിക്കുന്നുണ്ടെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും വാദിച്ചെങ്കിലും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ട് കോടതി പരമാവധി ശിക്ഷ തന്നെ നൽകുകയായിരുന്നു. പ്രതി ചെന്താമരയിൽ യാതൊരു തരത്തിലുള്ള മാനസാന്തര സാധ്യതയും കാണുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സ്വാഭാവിക നീതി അർഹിക്കാത്ത തരത്തിലുള്ള അങ്ങേയറ്റം ക്രൂരവും ആസൂത്രിതവുമായ രീതിയിലാണ് പ്രതി കുറ്റകൃത്യം നടത്തിയത്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചുള്ള വകുപ്പുകൾ പ്രകാരമാണ് പ്രതിക്കെതിരെ കുറ്റം തെളിയിക്കപ്പെട്ടത്. ശിക്ഷാവിധി പ്രസ്താവിക്കുന്നതിനായി കോടതിയിൽ ഹാജരാക്കിയപ്പോഴും യാതൊരു പശ്ചാത്താപവുമില്ലാതെയാണ് പ്രതി പെരുമാറിയത്. കോടതി മുറിയിലും പരിസരത്തും ഭീഷണിയും വെല്ലുവിളികളും ഉയർത്താൻ പ്രതി മടിച്ചില്ല. വേണമെങ്കിൽ താൻ ഇനിയും ആളുകളെ കൊല്ലും എന്നുവരെ പ്രതി പരസ്യമായി വിളിച്ചു പറഞ്ഞു. ഒരു കവിളത്തടിച്ചാൽ മറുകവിൾ കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജിയല്ലെന്നും തടസ്സം നിൽക്കുന്നവരോടെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും തന്റെ പെരുമാറ്റമെന്നും പ്രതി ജഡ്ജിയോട് ഭീഷണി മുഴക്കി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ജില്ലാ സൈക്കോളജിസ്റ്റിന്റെ റിപ്പോർട്ട് കോടതി ചൂണ്ടിക്കാണിച്ചപ്പോൾ തനിക്ക് പ്രശ്നമുണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്നായിരുന്നു ചെന്താമരയുടെ ചോദ്യം. വിധി പ്രഖ്യാപനത്തിന് മുന്നോടിയായി അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ അങ്ങ് തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു പ്രതിയുടെ അഹങ്കാരത്തോടെയുള്ള പ്രതികരണം. ചെന്താമര പ്രദേശത്ത് സൃഷ്ടിച്ച ഭയാന്തരീക്ഷം ചെറുതല്ലായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് പുറമെ പോത്തുണ്ടി ബോയൻ നഗറിലെ മറ്റു നിവാസികളും പ്രതിയുടെ ഭീഷണി ഭയന്നാണ് നാളുകളായി ജീവിച്ചിരുന്നത്. ചെന്താമരയെ ഭയന്ന് പല കുടുംബങ്ങളും ജനിച്ച നാടും വീടും ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറേണ്ട സാഹചര്യം വരെ ഉണ്ടായി. നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും പ്രതിക്ക് യാതൊരു ദയയും ലഭിക്കരുതെന്നും പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നുമായിരുന്നു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആവശ്യം. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച കൃത്യമായ തെളിവുകളും വാദങ്ങളും അംഗീകരിച്ച് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷയും സാമ്പത്തിക പിഴയും വിധിച്ചതോടെ പ്രദേശവാസികൾ വലിയ ആശ്വാസത്തിലാണ്. കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കളുടെ അനാഥത്വവും അവർ നേരിട്ട നികത്താനാവാത്ത നഷ്ടവും കണക്കിലെടുത്താണ് പിഴത്തുകയായ 20 ലക്ഷം രൂപ അവർക്ക് നൽകാൻ കോടതി ഉത്തരവിട്ടത്. ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് സമൂഹം നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ വിധി.